അയാളുടെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിക്കാം. റൌഫിന്റെയും വ്യക്തിന്റെയും ഫോട്ടോ ഞാൻ വേണമെങ്കിൽ കാണിക്കാം. ഇതാണ് അയാള്, റൌഫ് പറഞ്ഞ വ്യക്തി. പിന്നെ ഇതാണ് പറഞ്ഞ യൂട്യൂബർ. വയനാട്ടിലേക്ക് യാത്ര പോയതാണ് റഹൂഫിനെ ചൊടിപ്പിക്കാനുള്ള കാര്യം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ടൂർ പോകാനോ അല്ലെങ്കിൽ വേറുള്ള ഒരു റിലേഷൻഷിപ്പ് വേണമെന്നില്ല. ഫ്രണ്ട്സ് എപ്പോഴും ഫ്രണ്ട്സ് ആണ്. ഒരിക്കലും റിലേഷൻഷിപ്പിലായവരുമായിട്ട് മാത്രം നമ്മൾ പുറത്തു പോകണമെന്നില്ല. അതിപ്പോ ഒരു 1-2 ദിവസം സ്റ്റേ ചെയ്താലും അവരുമായിട്ട് റിലേഷൻഷിപ്പിലാവണമെന്നില്ല. ഈ 15 വർഷം ഞാൻ ഒരാളുടെ കൂടെയും കറങ്ങിയിട്ടില്ല, ഒരാളുടെ കൂടെയും പോയിട്ടില്ല. എന്റെ ഇക്ക, എന്റെ മക്കൾ, ഇതായിരുന്നു എന്റെ ലോകം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ നോക്കാൻ ഈ സോഷ്യൽ മീഡിയ ആണ് എന്റെ ലോകം. അത് എന്ന് വെച്ചിട്ട് ഞാൻ ഒരാളുടെ കൂടെ കഴിയാണ് അല്ലെങ്കിൽ വേറുള്ള അപവാദങ്ങൾ പറഞ്ഞ് പരത്തേണ്ട ആവശ്യമില്ല. അത് എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ മോശം സ്ത്രീയാണ്, വേശിയാണെന്ന് വരെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ നോക്കണില്ലേ? ഒരിക്കലും ഇട്ടിട്ട് പോയിട്ടില്ലല്ലോ. ഒരിക്കലും ഈ 5 മക്കളെ ഇട്ടിട്ട് ഞാൻ സുഖം തേടി പോയിട്ടില്ല. മുന്നിലൊന്നും തളരാണ്ട് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന എന്റെ മക്കളാണ്. അത് ഞാൻ മുന്നോട്ട് പോവുക ചെയ്യും. അത് ആര് തളർത്തിയാലും തളരില്ല. അതാണ് ഇപ്പോഴുള്ള എന്റെ നിലപാട്. ഇതിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ യൂട്യൂബിൽ ഇൻകം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന്. അപ്പം മക്കളെ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റി? ഇത്രയും പൊതുവെ ചോദിക്കാം കേട്ടോ മറ്റുള്ളവര്, എന്താണ് ഷാജിദ് ഇത്രയും യൂട്യൂബിൽ നിന്ന് കാശുണ്ടായിട്ട് എന്തിനാണ് മക്കളെ അങ്ങനെ? അയാളുടെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിക്കാം. റൌഫിന്റെയും വ്യക്തിന്റെയും ഫോട്ടോ ഞാൻ വേണമെങ്കിൽ കാണിക്കാം. ഇതാണ് അയാളുടെ ഫോട്ടോ. ഇതാണ് അയാള്, റൌഫ് പറഞ്ഞ വ്യക്തി. പിന്നെ ഇതാണ് പറഞ്ഞ യൂട്യൂബർ. ഇവൾക്കാണ് 3 ലക്ഷം രൂപ കൊടുത്തു, ഇവൾക്ക് ഫോൺ മേടിച്ചു കൊടുത്തു, വാച്ച് മേടിച്ചു കൊടുത്തു എന്നൊക്കെ എന്നോട് പറഞ്ഞത് ഇവളെ കുറിച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോ വേറൊരു കുട്ടീനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ട് ആ കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയല്ല, ഈ വ്യക്തിയാണ് ജസ്ന പറഞ്ഞ ആള്. അപ്പം ഈ ഒരു പ്രശ്നം വരുന്ന സമയത്തെ പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലെ എനിക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര പേര് വന്നിട്ടുണ്ട്? അങ്ങനെ കുറെ പേര് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഈ ഒരു ഭർത്താവിന്റെ സ്ത്രീകളെ എന്നെ ഒരുപാട് ശല്യപ്പെടുത്തുന്ന ആൾക്കാരും. കാരണം അവര് സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തതുകൊണ്ട് അവർക്കത് പറയാൻ പറ്റണില്ല. പക്ഷെ ഒരുപാട് പേരിനെ ശല്യപ്പെടുത്തുന്നതും ക്യാഷ് കൊടുത്തിട്ട് ഇങ്ങനെ ട്രാപ്പിൽ പെടുത്തുന്നതൊക്കെ ഒരുപാട് പേര് വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഷാജിദ, നീ ഒന്നുകൊണ്ട് പേടിക്കരുത്, അല്ലെങ്കിൽ നീ ഒരിക്കലും തളരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ളതാണ്. ഇപ്പോഴും എന്നെ നെഗറ്റീവായിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവരും അതിൽ കുറച്ച് നെഗറ്റീവ്സ് വരിക എന്നല്ലാണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഉമ്മ എന്താണ് പറഞ്ഞത്? ഉമ്മ ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഉമ്മാന്റെ അടുത്ത് ഇതിനെ കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഉമ്മ ഇങ്ങോട്ടും തിരിച്ച് ഇതിനെ കുറിച്ചിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഉമ്മ പിന്നെ വീഡിയോസ് ഒന്നും അധികം കാണാറില്ല, എന്റെ വീഡിയോസ് ഒന്നും അങ്ങനെ നോക്കാറില്ല. ഉമ്മാന്റെ സാധാരണ ഫോണാണ്. ഉമ്മ പിന്നെ വീഡിയോസ് കാര്യങ്ങള് അങ്ങനത്തെ ഒരു സംഭവം നോക്കാറില്ല. ആരെങ്കിലും പറഞ്ഞാൽ മാത്രം ആൾക്ക് അറിയാന്ന് മാത്രം. ഈ ഫാമിലിയിലൊക്കെ അത് എങ്ങനെയാണ് എടുത്തത്? ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാമിലി വല്ലാണ്ട് പറയാൻ ആരുമില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ മക്കളാണ് കൂടുതലായിട്ട്. എനിക്ക് മക്കളും കാര്യങ്ങള് അങ്ങനെ എന്റെ ഫാമിലി ഞാൻ തന്നെ നടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഫാമിലി എന്ന് പറയാൻ ആരുമില്ല. പിന്നെ എന്റെ മാമന്റെ മക്കളൊക്കെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്താ താത്ത കല്യാണം കഴിഞ്ഞോ, അങ്ങനെയൊക്കെ ഞങ്ങൾ അറിയാണ്ട് എങ്ങനെ കല്യാണം കഴിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അറിയാണ്ട് ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ല. ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. അല്ലാണ്ട് കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല എന്നാണ് അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി. ഇപ്പൊ ഇത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ, അതായത് യൂട്യൂബ് വഴി ഒരുപാട് ഇൻകം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിനാണ് മക്കളെ യതീംഖാനയിൽ പഠിപ്പിക്കുന്നത്? യതീംഖാനയിൽ ഞാൻ ഫസ്റ്റേ ചേർത്തിയതാണ്. അത് ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ടല്ല. ഇപ്പോഴും എനിക്ക് എന്റെ മക്കളെ ഇപ്പൊ കൊടുന്ന് പഠിപ്പിക്കാനുള്ള കഴിവുണ്ട്. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പോ 5 ആളിനെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൈസയും കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്റെ മക്കളോട് ഞാൻ ഇപ്രാവശ്യം ഈ വർഷം കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറാന്ന് ചോദിച്ചപ്പോ എന്റെ മക്കൾ പറഞ്ഞത്, വേണ്ട അമ്മ, ഞങ്ങൾ ഇവിടെ പഠിക്കുന്നത്, ഞങ്ങൾക്ക് ഇവിടെയാണ് കംഫർട്ട്. അങ്ങനെയാണ് അവര്. ഇപ്പൊ ഞാൻ എന്റെ 3ാമത്തെ മോനെ ഞാൻ യതീംഖാനയിൽ ചേർത്താൻ നിൽക്കുകയാണ്. കാരണം അവർക്ക് അവിടെ പഠിക്കാൻ ഇഷ്ടം, പഠിപ്പിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയെന്നുള്ളൂ. അല്ലാണ്ട് അവരെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം 5 ആളിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞിട്ടാണ് ആക്കിയത്. ഇപ്പൊ ഞാൻ അവരെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റും. പക്ഷെ അവരിപ്പോ അവിടെ പഠിക്കാനെന്നുള്ള ഒരു തീരുമാനം അവരാണ്. മോനിപ്പോ 15 വയസ്സായല്ലോ, അവനിപ്പോ +1-ലേക്കാണല്ലോ. അപ്പൊ അവനിക്ക് ആ ഒരു ഇതില്, കാരണം അവർക്ക് അവരുടെ തീരുമാനങ്ങള് വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ്. അപ്പൊ അവിടെ തന്നെ പഠിച്ചോട്ടെ എന്നുള്ളതാണ്.
ഈ വയനാട്ടിലേക്ക് യാത്ര പോയതാണ് റഹൂഫിനെ ചൊടിപ്പിക്കാനുള്ള കാര്യം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റുള്ളവരും പറയുന്നുണ്ടല്ലോ. ശരിക്കും അങ്ങനെ ഒരു ഇതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പിലാവണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ വരിക. ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരിക്കലും അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ അതിനൊക്കെ പറ്റി ആറിനായിട്ട് റിലേഷൻഷിപ്പ് ഈ ഷറഫലിനായിട്ട് റിലേഷൻഷിപ്പ് ആവശ്യം ഒരു ടൂർ പോവാനോ അല്ലെങ്കിൽ വേറുള്ള ഇപ്പൊ പോവാനോ നമുക്ക് ഒരാളായിട്ട് റിലേഷൻഷിപ്പ് വേണമെന്നില്ല. അപ്പൊ അവനായിട്ട് വേറെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു, എന്നായിട്ട് വേറെ ഫ്രണ്ട്സുകളുണ്ട്. ഇപ്പൊ ഇവരിനായിട്ടൊക്കെ എനിക്ക് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടല്ല ഞാൻ പോയിരിക്കുന്നത്. പിന്നെ എനിക്ക് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഇപ്പൊ എറണാകുളം ഇന്റർവ്യൂസിന് വന്നു. ഇതുപോലെ എനിക്ക് ഓരോരോ ഭാഗത്ത് ചിലപ്പോ പ്രൊമോഷൻ വർക്ക്, കൊളാബ്സ് അങ്ങനത്തെ ചെയ്യാൻ ചിലപ്പോൾ ഞാൻ പോവേണ്ടി വരും. ആ ടൈമിലൊക്കെ എനിക്ക് അവരുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിട്ട് വേണ്ട എനിക്ക് പോവാന്. ഇവൻ എന്റെ ഫ്രണ്ടാണ്. ഇവര് ഓൾറെഡി വയനാട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇവര് പോണോണ്ട് ഇവരുടെ കാറിൽ ഞാൻ പോയിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാൻ ഇവരുടെ കൂടെ എടുത്തു. പിന്നെ ഞാൻ യൂട്യൂബർ ആണ്. അപ്പൊ ഇവന്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ യൂട്യൂബർ ആണെന്ന് അറിഞ്ഞു. എനിക്ക് ഇത്രയും 2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് പറഞ്ഞപ്പോ നമ്മള് ഒരു സെലിബ്രിറ്റിന്റെ കൂടെയാണല്ലോ നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് കൂടുതലായിട്ട് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ കാരണം. അങ്ങനെയാണ് എടുത്തത്. അല്ലാണ്ട് ഇതിപ്പോ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവന്റെ കൂടെ ചെയ്തതൊന്നുമില്ല. അതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, റിലേഷൻഷിപ്പ് ആയാൽ മാത്രമാണ് പുറത്തു പോകാൻ പറ്റൂ. കാരണം ഇപ്പം എല്ലാ ആൾക്കാർക്കും ഉള്ള ഒരു പ്രശ്നമാണ് സൗഹൃദത്തിന് എപ്പോഴും വളച്ചൊടിക്കാന്ന് പറയുന്നത്. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അതന്നെ, ഫ്രണ്ട്സ് എപ്പോഴും ഫ്രണ്ട്സ് ആണ്. ഒരിക്കലും റിലേഷൻഷിപ്പിലായവരിനായിട്ട് മാത്രം നമ്മൾ പുറത്തു പോകണമെന്നില്ല. അതിപ്പോ 1-2 ദിവസം സ്റ്റേ ചെയ്താലും അവരുമായിട്ട് റിലേഷൻഷിപ്പിൽ ആവണമെന്നില്ല. നമ്മളുടെ ഓരോ ആവശ്യങ്ങൾക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആണ് ചിലപ്പോ കൂടെ നിൽക്കുക. ഇപ്പൊ എന്റെ ഇക്ക മരിച്ചപ്പോഴൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്റെ ഇക്ക മരിച്ച ടൈമില് ഫിനാൻഷ്യലി ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ ഫ്രണ്ട്സും ഇപ്പൊ ഈ പറയുന്ന വ്യക്തിയൊക്കെ എന്നെ സഹായിച്ചത്. അപ്പൊ ഒരിക്കലും നമ്മള് റിലേഷൻഷിപ്പ് ഈ വരുന്ന ആൾക്കാരുടെ കൂടെ ഒക്കെ റിലേഷൻഷിപ്പ് വെക്കാൻ പറ്റുമോ? ഇപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇവരുടെ കൂടെ ഒക്കെ റിലേഷൻഷിപ്പ് ആണ് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. ഇപ്പം കമന്റ് ബോക്സിലാവട്ടെ ചില വീഡിയോസിലാവട്ടെ പറയുന്നുണ്ട്, എന്തിനാണ് ഷാജിദ മറ്റ് അന്യ പുരുഷന്റെ കൂടെ പോകുന്നത്, അല്ലെങ്കിൽ അന്യ പുരുഷന്റെ കൂടെ കാശ് വാങ്ങുന്നത്, കറങ്ങുന്നത് എന്നൊക്കെ ഉള്ള വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാ? ഈ 15 വർഷം ഞാൻ ഒരാളുടെ കൂടെയും കറങ്ങിയിട്ടില്ല, ഒരാളുടെ കൂടെയും പോയിട്ടില്ല. എന്റെ ഇക്ക, എന്റെ മക്കള്, ഇതായിരുന്നു എന്റെ ലോകം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ നോക്കാൻ ഈ സോഷ്യൽ മീഡിയ ആണ് എന്റെ ലോകം. സോഷ്യൽ മീഡിയയിലാണ് എന്റെ വീഡിയോസ് ചെയ്യണം. എനിക്ക് പുറത്ത് പോകണമെങ്കിൽ എനിക്ക് ഫ്രണ്ട്സുകളുടെ സഹായം വേണം. ചിലപ്പോൾ അവരുടെ വണ്ടിയിൽ പോകണമെന്ന് വരും. പല കാര്യങ്ങളുണ്ടാവും. അത് എന്ന് വെച്ചിട്ട് ഞാൻ ഒരാളുടെ കൂടെ കഴിയാണ് അല്ലെങ്കിൽ വേറുള്ള അപവാദങ്ങൾ പറഞ്ഞ് പരത്തേണ്ട ആവശ്യമില്ല. ഇത് എന്റെ മക്കളുടെയും വയറ്റിപ്പഴുപ്പാണ്. എന്റെ മക്കളെ ഈ 5 മക്കളാണ് എനിക്കുള്ളത്. ആ 5 മക്കളും ഒരുപോലെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയാലേ നടക്കുള്ളൂ. അത് വെച്ചിട്ട് വേറെ രീതിയിൽ ഞാൻ പൈസ ഉണ്ടാക്കണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ എത്ര യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട്. യൂട്യൂബർമാർ ഇതേപോലെ തന്നെ എന്താ പറയാ ചാരിറ്റി ആയിട്ടും ബാക്കിയുള്ളതായിട്ടും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇവരിനൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ ഇവരൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? ഒരിക്കലും പറയാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് വരുന്ന ഒരു സംഭവമാണ് ഇത്. കാരണം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ഒരിക്കലും ഇങ്ങനെ തളർത്താൻ നിൽക്കരുത്. എന്നെ ഇവര് തളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ റിയാക്ഷൻ വീഡിയോസ് ആയാലും ബാക്കിയുള്ളതായാലും എന്നെ ഭയങ്കരമായിട്ട് ഇവര് തളർത്തിയിടാൻ നോക്കുകയാണ്. കാരണം മുന്നോട്ട് പോലെ. പക്ഷെ ഈ തളർത്തിയിടുമ്പോൾ ഞാൻ മാത്രമല്ല തളർന്നത്, എന്റെ ബാക്കിൽ 5 പിള്ളേരും തളരുന്നുണ്ട് എന്ന് ചിന്ത വേണം ഇവർക്ക്. ആ ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ തളർന്ന എന്റെ മക്കളെ ഇവര് നോക്കുവോ? ഇല്ല. ഈ മക്കൾ ഒരിക്കൽ പോലും ചോദ്യം ചെയ്തിട്ടില്ല എന്തിനാണ് ഉമ്മ ഇങ്ങനെ പോകുന്നത്? ഇല്ല, എന്റെ മക്കൾ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. അപ്പൊ ഞാൻ ഇന്നലെ മിന്നാന്നൊക്കെ വിളിച്ചപ്പോ ഞാൻ എറണാകുളത്താണ്, ഇന്റർവ്യൂലാണ് പറഞ്ഞ മക്കൾ ആയിക്കോട്ടെ, അവർക്ക് അറിയാം. അവരെ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉപ്പ മരിച്ചതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവരെ വളർത്തുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം. അവർ കുഞ്ഞു മക്കളല്ലേ, അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തന്നെയല്ലേ അറിഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. കാരണം ഞാൻ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണമെങ്കിൽ എന്റെ പൈസ വേണം. ഇപ്പൊ അവര് എത്തിങ്ങാനെന്ന് ഊട്ടി ടൂർ കൊണ്ടു പറഞ്ഞു. ഇപ്പൊ എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉമ്മച്ചി ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നാളെ അങ്ങോട്ട് വരണേ, ഞങ്ങൾക്ക് ഷട്ടർ വാങ്ങണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പൊ അതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന എന്റെ കാശ് വേണ്ടേ? അപ്പൊ കാശ് വേണമെങ്കിൽ ഞാൻ യൂട്യൂബ് കൊണ്ടും ചാനൽ കൊണ്ടും പ്രൊമോഷൻ വർക്കും ചെയ്താലാണ് എനിക്ക് ആ കാശ് കിട്ടുള്ളൂ. എന്നാൽ എനിക്ക് ഈ പറയുന്നവരുടെ മുന്നിലൊന്നും തളരാണ്ട് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന എന്റെ മക്കളാണ്. അത് ഞാൻ മുന്നോട്ട് പോവുക ചെയ്യും. അത് ആര് തളർത്തിയാലും തളരില്ല. അതാണ് ഇപ്പോഴുള്ള എന്റെ നിലപാട്. അങ്ങനെ തളർത്തുന്നവരോട് പറയണവരവിടെ പറഞ്ഞോട്ടോ, കുരയ്ക്കണവരവിടെ കുരച്ചോണ്ടിരിക്കാൻ നടക്കുള്ളൂ. എന്റെ അടുത്ത് ആ കുരയൊന്നും നടക്കില്ല. അത് എങ്ങനെയൊക്കെ തളർത്തി, എങ്ങനെയൊക്കെ മോശം സ്ത്രീയാണ്, വേശിയാണെന്ന് വരെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ നോക്കണില്ലേ?
ഒരിക്കലും ഇട്ടിട്ട് പോയിട്ടില്ലല്ലോ, ഒരിക്കലും ഈ 5 മക്കളെ ഇട്ടിട്ട് ഞാൻ സുഖം തേടി പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ എന്നെ കുറ്റം പറയുന്നതിൽ എനിക്ക് ഒരു സത്യം ഉണ്ട് എന്ന് പറയാം. കാരണം ഈ 5 മക്കളെ വിട്ടെറിഞ്ഞിട്ട് ഇവളുടെ ഇഷ്ടത്തിന് സോഷ്യൽ മീഡിയയിലും പലതിലും കളിക്കുകയാണ്, അല്ലെങ്കിൽ ഇവള് നാട് ചുറ്റാൻ നടക്കുകയാണ്, കറങ്ങാൻ നടക്കുകയാണ്. പക്ഷെ എന്റെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടുകയാണെന്നുള്ള ആ സംഭവത്തിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും എനിക്ക് ആ ഒരു മക്കളുടെ മുന്നിൽ ഞാൻ എന്നും നല്ല ഉമ്മയാണ്. അത് മതി, ആ ഒരു സംഭവം മതി, ആ സർട്ടിഫിക്കറ്റ് മാത്രം മതി എനിക്ക്. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഒരിക്കലും എനിക്ക് വേണ്ട. സോഷ്യൽ മീഡിയയിൽ ഉള്ളൊരു ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാനൊന്ന് വായിച്ചു തരാം. അത് പറയണമെന്നുണ്ടെങ്കിൽ ഇത്തൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ പണം മേടിക്കും എന്നുള്ളൊരു കാര്യം. അല്ല അങ്ങനെയല്ല, പെണ്ണിനെ ചിലപ്പോ ഈ തളർന്ന് നടക്കുന്ന പെൺകുട്ടികളെ ഈ പണത്തിന് മേലെ ഒരു ഇതാക്കാന് പറ്റും. കാരണം ഇപ്പൊ എനിക്ക് നല്ല കാരണം ഫിനാൻഷ്യലി ഞാൻ തകർന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് കുറച്ച് പൈസ കൊണ്ടുവന്ന് സഹായിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ആ പൈസയിൽ വീണ് പോകും. കാരണം എന്തറിയോ, ഫിനാൻഷ്യലി ആ ഒരു സഹായം ഉണ്ടല്ലോ, നമുക്ക് പിന്നീട് കൊടുക്കാനായാലും വേറുള്ള രീതിയിൽ നമ്മളത് പെട്ടുപോകും. അങ്ങനെ സ്ത്രീകള് തളർന്നിരിക്കുമ്പോ പൈസ കൊണ്ട് തരുമ്പം വീഴും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും എങ്ങനെയാ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയണത് എന്താന്ന് വെച്ചാല് അത് മോശമായിട്ടല്ല ഞാൻ പറയണത്. ഇപ്പൊ ഒരാളെ ഇപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാം, ഞാൻ ഫിനാൻഷ്യലി തകർന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ പറയുന്ന ഷറഫലി തന്നെ എന്റെ ഇക്ക മരിച്ച ശേഷം ഇവൻ എന്നെ ആരും ഒരു സംഭവം ഇവൻ പേഴ്സണലി എന്നെ ഒന്നും അറിയാത്ത ടൈമില് ഇവൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ നിന്റെ പ്രശ്നം, കാരണം ഞാൻ ഇങ്ങനെ സ്റ്റോറിയിലിടും, സാഡായിട്ടുള്ള സ്റ്റോറിയിലിടുമ്പോ ഇവൻ ചോദിക്കും എന്താ പ്രശ്നം എന്താണ്. അപ്പൊ ഈ ഫിനാൻഷ്യലി പ്രശ്നം വരുമ്പോ ഞാൻ ഇവനോട് പറഞ്ഞപ്പോ തന്നെ ഇവൻ എനിക്ക് ക്യാഷ് അയച്ചു തന്നിട്ടുണ്ട്. ഒരിക്കലും അത് വേറൊരു തെറ്റായ രീതിയിലല്ല അവൻ എനിക്ക് അയച്ചു തന്നത്, അങ്ങനെയും വേണ്ടേ പറയാന്. അപ്പൊ അയച്ചു തന്നപ്പോ ഞാനത് വേണ്ടാന്നും പറഞ്ഞില്ല, കാരണം ഞാനത് ഇവിടെ പെട്ട് നിൽക്കുമ്പോ നമ്മൾ ആ പൈസ ഉറപ്പായിട്ടും മേടിക്കും. അതിന്റെ പിന്നില് അതാണ്, പെൺകുട്ടികള് ചിലപ്പോ പെട്ടുപോകും ഇങ്ങനെയുള്ള പൈസയൊക്കെ. ഇപ്പൊ ലക്ഷങ്ങളൊക്കെ ഓരോ ഈ പറയുന്ന ജസ്നാക്കൊക്കെ 3 ലക്ഷം രൂപ അയാൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും അതിന്റെ പിന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇയാളെ ഇത്രയും ലക്ഷങ്ങൾ മേടിച്ചിട്ടുണ്ടാവുക, ഇല്ലേ? ഉറപ്പായിട്ട് അങ്ങനെ ആയിരിക്കും മേടിച്ചിട്ടുണ്ടാവുക. ഞാൻ മാത്രമല്ല, അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തി മേടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ നിൽക്കണം പെൺകുട്ടികളെ പൈസ കൊണ്ട് വീഴ്ത്താൻ ചിലപ്പോ പെട്ടെന്ന് പറ്റും. അപ്പൊ ആ ഒരു കമന്റ് ഞാൻ വായിക്കാം. പിന്നെ ഏത് പെണ്ണ് വാങ്ങിക്കും എന്നുള്ളത് തിരിച്ചടിക്കണം, എല്ലാരും ഷാജിദയല്ല. നിങ്ങൾ ആര് തന്നാലും വാങ്ങിക്കും എന്ന് പറഞ്ഞാൽ മതി. അപ്പോ ഈ റാഹൂഫിന്റെ കുറെ പൈസ പോയി എന്ന് സാരം. ഇതിനൊക്കെയുള്ള കുറെ കാര്യങ്ങള് അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മനസ്സിലാകാൻ പറ്റും. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്. കാരണം തെറ്റെന്ന് പറയാൻ പറ്റില്ല, സ്വന്തമായിട്ട് നമുക്ക് ഏൺ ചെയ്ത് ജീവിക്കാൻ പറ്റും തരുന്നതും. ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരാള് കടായിട്ട് തന്നെ നമ്മൾ മേടിക്കില്ലേ? നമ്മളിപ്പോ പെട്ടെന്ന് 1 ലക്ഷം രൂപ നമുക്കിപ്പോ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു, നമ്മളിപ്പോ ആദ്യം ചോദിക്കാറുണ്ട് ഫ്രണ്ട്സുകളുടെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്ന വ്യക്തി, അല്ലെങ്കിൽ നമ്മൾക്ക് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കാം, അല്ലേ? അപ്പൊ അങ്ങനെ കൊണ്ടുതരുന്ന ആൾക്കാരനെ നമ്മൾ വിശ്വസിച്ചിട്ട് ആ പൈസ മേടിക്കും. ആ പൈസയിലൂടെ ചിലപ്പോ അവര് ട്രാപ്പ് ചെയ്യാനും മതി. ഇപ്പൊ ഇയാൾ എനിക്ക് കുറച്ച് പൈസ അയച്ചു തന്നു, ഈ പൈസയിലൂടെ ആണല്ലോ ഇപ്പൊ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ഇയാൾ വന്നു, പിന്നെ കുറച്ച് പൈസ എന്റെ അക്കൗണ്ടിൽ കിട്ടും, ആ ക്യാഷ് എന്റെ നിന്ന് ചെലവായി പോവുകയും ചെയ്തു. അപ്പൊ ഇയാൾക്ക് ഈ കാര്യം പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ നിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്കും. കാരണം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്നെ ഇതാക്കാം, അങ്ങനെ അയാൾക്ക് ട്രാപ്പ് ആക്കാമല്ലോ. അയാൾ അതിന്റെ ശേഷം എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. കാരണം ഈ റൌഫ് പറഞ്ഞ വ്യക്തി കല്യാണം കഴിക്കുകയും വേണ്ട, നമുക്ക് ലവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്നേഹിച്ചിട്ട് മുന്നോട്ട് പോവാം, അങ്ങനെയുള്ള എനിക്ക് പണം നിറയുണ്ട്, പണം കൊണ്ട് നിന്നെ സഹായിക്കാം, നീ എന്നായിട്ട് ഒരു പെണ്ണെന്ന രീതിയിൽ ഒരു വ്യക്തിയായിട്ട് നിന്നാ മതി എന്ന് ഇയാൾ എന്നോട് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ പണമാണ് മെയിന്. ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നതെന്ന് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ല, അങ്ങനെ വരുമ്പോഴും അദ്ദേഹത്തിന്റെ കാശ് തിരിച്ചു കൊടുക്കാതെ പിന്നും ആ സഹായം കൊടുക്കണം. അത് ഞാൻ കൊടുക്കാന്നുള്ള ഒരു ഡേറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആ സംഭവം ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അല്ല, സ്ട്രിക്ട്ലി അവിടെ ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും റിയാക്ഷൻ വീഡിയോ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അയാളത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ഈ സംഭവം. ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്താം, നിങ്ങളുടെ കാശ് ഇന്ന ഡേറ്റിന് ഞാൻ തരാന്ന് ഇയാളുടെ ഒരുപാട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതൊരു സൈക്കോ ക്യാരക്ടറാണ്. അയാൾ ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയച്ചോണ്ട് ഞാൻ ഇയാളെ ബ്ലോക്ക് ഇട്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ നാട്ടിൽ വരുന്നുണ്ടല്ലോ, ഈ ഡേറ്റിന് നിങ്ങൾക്ക് പൈസ തരാന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ്.
പിന്നെ ഇയാള് കുറെയൊക്കെ കൂട്ടി പറയും, കുറെയൊക്കെ കുറച്ച് പറയും. പിന്നെ നീ ഇത്ര കാശ് തന്നാൽ മതി, ഇത്ര പൈസ നിനക്ക് ഞാൻ സഹായിച്ചതാണ്, നിന്റെ കുട്ടികൾക്ക് സഹായിച്ചതാണ് എന്നിട്ട് അങ്ങനെയും പറയും. അങ്ങനത്തെയും കുറെ വോയിസ് ഇടും, ഇങ്ങനത്തെയും കുറെ വോയിസ് ഇടും. അപ്പൊ ഞാൻ ടോട്ടലി ഇയാളൊരു സൈക്കോ കേസാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ പണം കൊണ്ട് പെൺകുട്ടികളെ ചിലപ്പോ ഞാൻ ഇതായില്ലേ അതുപോലെ കുടുങ്ങാൻ സാധ്യത ഉണ്ട് എന്നാ പറഞ്ഞത്. അല്ലാണ്ട് എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആ ഒരു തരത്തിലുള്ള ആൾക്കാരാണെന്ന് ഒരിക്കലും പറയുന്നില്ല. എന്തുകൊണ്ടാണ് വഞ്ചിച്ചു, ചതിച്ചു, ഹണി ട്രാപ്പ് എന്നൊക്കെയുള്ള ഒരു പേര് വരുന്നത്? അപ്പൊ ചിന്തിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള? കാരണം കാശ് മേടിച്ചത് എന്നുള്ള തെളിവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോ പറയേണ്ടടുത്ത് പറയാത്തതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേരൊക്കെ വരുന്നുണ്ട് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെ എന്താന്ന് വെച്ചാൽ നമ്മൾ അതിന് നിന്നോണ്ടാണ്. ഇപ്പൊ ഈ റൌഫിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ അതിന് നിന്നോണ്ട്, ഞാനത് ഫസ്റ്റേ ഒരു നോ പറഞ്ഞതാണെങ്കിൽ എനിക്ക് ഈ സംഭവം വരില്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു നമുക്ക് എന്നും ഇപ്പൊ യൂട്യൂബ് കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ, നമുക്കൊരു വരുമാനം അങ്ങനെ ഒരാള് സപ്പോർട്ട് ഉള്ളത് നല്ലതല്ലേ പറഞ്ഞിട്ടാണ് ഇത് സംഭവം എടുത്തിടുന്നത്. പക്ഷെ ഇത് വലിയൊരു ട്രാപ്പിലാണ് നമ്മൾ പോയി പെടുന്നതെന്ന് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇപ്പൊ ഇത്ത പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് ഇത്തയുടെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാള് തുണ വേണം, അല്ലെങ്കിൽ എന്താണ് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, കംഫോർട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ആലോചനകൾ വരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിനെ സെലക്ട് ചെയ്യാൻ കാരണം? ഈ റൌഫിനെ വ്യക്തിനെ ഫസ്റ്റ് എനിക്ക് സംസാരിച്ചപ്പോ നല്ലൊരു വ്യക്തിയാണ്, നമ്മളെ കൊണ്ട് നടക്കാനും കെയർ ചെയ്യാനും മക്കളെ സ്നേഹിക്കാനും നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുത്തത്. പക്ഷെ ഇത്രയും മോശപ്പെട്ട ക്യാരക്ടറാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതാണ് നമ്മളൊരു വ്യക്തിനായിട്ട് 1-2 സംസാരിക്കുമ്പോഴേക്കൊന്നും അറിയാൻ പറ്റില്ലല്ലോ. പിന്നീട് നമ്മൾ അവരുടെയായിട്ടൊരു കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ പരിചയപ്പെടുമ്പോഴാണ് അവരുടെ ഇപ്പൊ ഈ സർഫലിനെ എനിക്കിപ്പോ ഒരു 5-6 മാസമായിട്ട് പരിചയപ്പെട്ട അവന്റെ ഫുള്ളായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഇയാളായിട്ടും എനിക്ക് സംസാരിച്ചപ്പോഴാണ് ഇയാളുടെ ക്യാരക്ടർ മോശമാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത്. ഇതൊക്കെതിരെ ഒരുപാട് ട്രോളുകളും വരുന്നുണ്ടല്ലോ, അതൊക്കെ കാണുമ്പോ എന്ത് തോന്നുന്നു? ഞാൻ ഒരു വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് തരാം. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പുതിയ കഥകൾ ഇറക്കി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പുതിയ കഥ ഇതിപ്പോ അവനെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അത് പുതിയ കഥ ഇറക്കി എന്ന് പറയുന്നത് അല്ല. അപ്പൊ ഈ ഒരു വ്യക്തിനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല? ഞാൻ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അവൻ എന്നെയും കോണ്ടാക്ട് ചെയ്തില്ല, ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ തെരഞ്ഞു പിടിച്ച് ഇവനെ കോണ്ടാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവൻ പല ആൾക്കാരുടെയും നല്ലതും പറയുന്നുണ്ട്, ഇതേ നേരെ തിരിച്ചും പറയുന്നുണ്ട്. ഇപ്പൊ ഇവൻ എന്നെ നല്ലത് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത്. പിന്നെ ഇപ്പൊ ഇവൻ ഫുള്ള് ട്രോളിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ കുറെ പേരിന് അങ്ങനെയാണ്, കുറച്ച് റീച്ചിൽ നിൽക്കുന്ന ആൾക്കാരനൊക്കെ ഇവൻ നല്ല അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയാണ് ഇവൻ ചെയ്തോണ്ട്. ഇപ്പൊ ഇവള് പറഞ്ഞല്ലോ, റംന പറഞ്ഞല്ലോ ഇവളുടെ കാര്യത്തിലും ഇങ്ങനെ വയനാട്ടിലെ ഒരു കുട്ടിനെ ദത്തെടുക്കാന്നൊക്കെ പറഞ്ഞപ്പോ അതിനും ഇവൻ പിടിച്ച് ട്രോളി. അതുപോലെ മല്ലു ഫാമിലിന്റെ ആ സംഭവങ്ങളൊക്കെ ഒരുപാട് 1 million ഒക്കെ ആയ സബ് ഉള്ള ആളാണല്ലോ, അവരുടെയും ഇവനിട്ട് ട്രോളുണ്ട്. അതുപോലെ നടന്മാരനെ ഇട്ടിട്ട് ട്രോളുണ്ട്, എല്ലാവരുടെയും ഇവനിട്ട് ട്രോളുണ്ട്. അപ്പൊ ഇവനൊക്കെ അത്രേ ഉള്ളൂ എന്ന് ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. നിയമത്തിന്റെ സഹായം തേടുവോ ഇനി? അല്ല, നിയമത്തിന്റെ സഹായം പറഞ്ഞാൽ ഈ സർഫലിനായിട്ട് കാര്യങ്ങള് പറഞ്ഞല്ലോ, ട്രാപ്പിൽ കുടുക്കി, ഹണി ട്രാപ്പ് കാര്യങ്ങൾ, അത് എനിക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ നാട്ടിൽ വരികയാണെങ്കിൽ അവനായിട്ട് മുന്നോട്ട് പോകാനും, കാരണം അവനെ ഇനി അതിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ സംസാരിപ്പിക്കാനുള്ള ഒരു സംഭവത്തിൽ നിൽക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തെളിവ് കൊണ്ടുവരാത്തത്? ഞാൻ മേടിച്ചു എന്നുള്ളതിനെ തെളിവ് പറഞ്ഞാല്, ഞാനിപ്പോ ഒരു ജ്വല്ലറിന്ന് ഒരു ഗോൾഡ് എടുക്കണെന്ന് പറഞ്ഞാല് ഇപ്പൊ അതിനൊരു തെളിവ്, അതിനുള്ളൊരു തെളിവ് എനിക്ക് ഉണ്ടാക്കണമെന്നില്ല. പക്ഷെ എനിക്കിപ്പോ ഇയാളുടെ ക്യാഷ് ഞാൻ തിരിമറി ചെയ്തതിനുള്ള തെളിവ് പറഞ്ഞാൽ എന്റെ എളാമാന്റെ മോനാണ്, അവനിക്ക് ഞാൻ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള തെളിവൊക്കെ എന്റെ അക്കൗണ്ടിലുണ്ട്, അയച്ചു കൊടുത്ത ക്യാഷും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇനി ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുന്നില് ഇത്തയുടെ ഒരു ക്യാരക്ടറിനെയാണ് അവര് ബ്ലെയിം ചെയ്യുന്നത് എന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഈ എന്താ പറയാ, ഒരാളെ കുറിച്ച്, ഒരു വ്യക്തിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയാണ്ട് ഇപ്പൊ ഞാനൊരു കാര്യം ഇട്ടു, അതിനെ ഞാൻ നാളെ മാറ്റി പറയണ്ട. അപ്പൊ ഇതിന്റെ പിന്നാലെ നടന്ന് വീഡിയോ ചെയ്യാണ്ട് അവനവനിക്കുള്ള കണ്ടന്റ്, അല്ലെങ്കിൽ വേറെ ഒരു നല്ല ഒരു വ്യക്തമായിട്ടുള്ള കണ്ടന്റ് കിട്ടിയതിനു ശേഷം ഒരു വീഡിയോ ചെയ്യണം. അല്ലാണ്ട് മോശമായിട്ട് ഇപ്പൊ ഒരാളെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കി എന്നുള്ള ഒരു ഊഹം വെച്ചിട്ട് വീഡിയോ ചെയ്യാണ്ടിരിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്നെക്കാട്ടി മോശമായിട്ട് അവരാണ് ചെയ്യുന്നത്, അല്ലേ? അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ പറയാനുള്ളത്, പെട്ടെന്ന് ഒരാളുടെ ഒരു വീഡിയോ, റിയാക്ഷൻ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ
ഒന്നിന് ഒരു 100 വട്ടം ആലോചിക്കുക, അത് ചെയ്യണോ, ഇതിപ്പോ ചെയ്യണോ, അല്ലെങ്കിൽ ഇതൊരു 1 വീക്ക് കഴിഞ്ഞ് വേറെ വീഡിയോ വരുമോ എന്നൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം. അല്ലാണ്ട് ഇപ്പൊ ഒരു ഷോട്ട് ഇടുമ്പോഴേക്കും അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പെട്ടെന്നൊരു വീഡിയോ ഇന്ന് തന്നെ ഇടണം എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തണ്ട. ചിലപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യും, ആ ഷോട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പൊ എന്തായി, ഇവരുടെ വീഡിയോ ഇങ്ങനെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നില്ലേ. പിന്നെ ഈ പറഞ്ഞ നാളെ ഇവര് തിരുത്തി പറയണ്ടേ. അപ്പൊ ഇവർക്ക് തന്നെ മനസ്സിലാക്കാം അവരുടെ റിയാക്ഷൻ വീഡിയോസ് എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ. അപ്പോ ഇന്നൊരു കുട്ടി എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ പറയാം. ഒരു പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവള് ഇതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുള്ള ആളാണ്. പക്ഷെ അവള് കല്യാണം കഴിക്കാത്തൊരു ചെക്കനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വയസ്സുകൊണ്ടല്ല ഒരാളിനെ നമ്മള് കണക്കാക്കുന്നത്. നമ്മളൊരു മെച്ചെടുത്തവന് 26, എനിക്ക് 32, ഇത് വലിയ ഡിഫറൻറ്റ് ഉള്ള വയസ്സൊന്നും അല്ല, എനിക്ക് തോന്നണില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളൊരു 8-9 വയസ്സ് മൂത്ത ആളിന്, ഇപ്പൊ എന്റെ ഒക്കെ 9 വയസ്സിന് മൂത്ത ആളാണ് എന്റെ. അപ്പൊ അങ്ങനെ നമ്മൾ കല്യാണം കഴിക്കണില്ലേ. ഇപ്പൊ ഇത് നേരെ തിരിച്ച് കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം? അപ്പൊ ആ പെൺകുട്ടി വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, എന്റെ 2ാം വിവാഹമാണ്, അവൻ ഫസ്റ്റത്തെ വിവാഹമാണ്. അവള് തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഹിന്ദു യുവാവിനെയാണ്. മുസ്ലിം പെൺകുട്ടിയാണ്. ഫസ്റ്റ് കല്യാണം കഴിച്ചു, വീട്ടുകാരൊക്കെ കൂടി കല്യാണം കഴിച്ചു, അത് ഫ്ലോപ്പായി. അപ്പൊ ഇവള് തെരഞ്ഞെടുത്ത് 2ാമത്തെ ഒരു 26 ഏജ് ഉള്ള ഒരു ചെക്കനെ തെരഞ്ഞെടുത്ത് കല്യാണം കഴിച്ചു. ഇപ്പൊ 5 വർഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഇപ്പൊ ഇവനിക്ക് അത് എന്നോയിട്ട് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ, അത് എന്റെ അവന്റെയും കൂടിയുള്ള തീരുമാനം മാത്രമാണ്. ഇതില് ആരുമല്ല ജീവിക്കുന്നത്, ഞങ്ങളാണ് ജീവിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ ഇത്ര ചെറിയ, ഇപ്പൊ എനിക്ക് വന്ന കോൾസിലൊക്കെ ഇത്ര ചെറിയ ചിക്കനെ നീ എന്തിനും കല്യാണം കഴിച്ചു, നിനക്ക് ഇത്ര വയസ്സായില്ലേ, ഇത്ര വയസ്സായി, 60 വയസ്സായ ആൾക്കാരടക്കം ഇപ്പൊ കല്യാണം കഴിക്കണ്ടേ ഇല്ലേ? അതിലിപ്പോ എന്താണ് ഇപ്പൊ കല്യാണം കഴിച്ചത് ഇത്ര വലിയ തെറ്റ്? അല്ലെങ്കിൽ കല്യാണം കഴിക്കണേക്കാട്ടിയും 26 ഏജുള്ള ഒരു ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വലിയ പ്രശ്നമായിട്ട് നടക്കുന്നത്. അത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവനിക്ക് ഇഷ്ടമാണോ, എനിക്ക് ഇഷ്ടമാണോ, നമ്മൾ തമ്മിൽ യോജിച്ചു പോകണ്ടോ, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. ഇതിന്റെ ഇടയിൽ വേറെ ആരും ജീവിക്കാൻ വരുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോ വയസ്സ് കുറഞ്ഞു, അവനെ പെടുത്തി, ചെറിയ ചെക്കനെ പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും എന്നോട് സംസാരിക്കില്ലല്ലോ. അവന്റെ വീട്ടിൽ ഇത്രയും സീനായിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ എന്റെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവൻ ലീഗലി വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാന്ന് പറയുന്നുണ്ട്. നിന്റെ വീഡിയോസ് കുറെ പേര് എടുത്തിടുന്നുണ്ട്, ഹണി ട്രാപ്പിലൊക്കെ കുടുക്കി എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവൻ എനിക്ക് സപ്പോർട്ടായിട്ടാണല്ലോ നിൽക്കുന്നത്. അവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് അവൻ സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ ഈ മറ്റുള്ളവർക്ക് എന്താ അത്ര ഒരു ഇതെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് പറയുന്നത്. ഇവന്റെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഒരിക്കലും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കുന്നില്ല. ഈ പ്രശ്നം ഇവന്റെ എപ്പോഴായാലും ഞാൻ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും. വിവാഹം കഴിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഇവനായിട്ട് കല്യാണം കഴിക്കാൻ സത്യം പറഞ്ഞാൽ ഇവന്റെ വീട്ടുകാരൊന്നും അത് സമ്മതിക്കില്ല. ഒന്നാമത്തെ കാര്യം, നമ്മള് 5 പിള്ളേര്, ഇവനൊരു മോന്, ഇവരുടെ വീട്ടില് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ വയസ്സ്, ഇപ്പൊ ഇവരുടെ ഉമ്മാനായിട്ട് സംസാരിച്ചപ്പോൾ അവന്റെ ഉമ്മ പറഞ്ഞത്, ഞാൻ പറഞ്ഞു അവർക്ക് ഒരു 3 പെൺകുട്ടികളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ 3 പെൺകുട്ടികളുണ്ട്, നിങ്ങളുടെ മക്കൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, കാര്യം ശരിയാണ്, പക്ഷെ നിങ്ങളുടെ ഏജ്, ഇപ്പൊ നിന്റെ ഏജും അവന്റെ ഏജും വ്യത്യാസമുണ്ട്, അത് അവരുടെ കുടുംബത്തിൽ പ്രശ്നമാവും. കുടുംബക്കാര് തമ്മിൽ ബാക്കിയുള്ളതാണല്ലോ ആൾക്കാർ നോക്കുന്നത്, മെയിനായിട്ട് അതാണ് നോക്കുന്നത്, നമ്മൾ തമ്മിൽ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് അങ്ങനെ വരുമ്പോ ഇപ്പൊ ഞാൻ ഒരിക്കലും ഇവനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു തീരുമാനമൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കല്യാണം കഴിക്കാന്നുള്ള തീരുമാനം അവൻ എടുക്കുകയാണ്, ഒരുമിച്ച് പോവാണെങ്കിൽ അതിന് ഞാൻ റെഡിയാണ്, മുന്നോട്ട് പോകും. അപ്പൊ ഈ കോൺട്രവേഴ്സീസ് ഒക്കെ മാറ്റിയിട്ട് മുന്നോട്ട് തന്നെ പോകുന്നു ആണ് പറയുന്നത്. അപ്പോ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശരി.